ഹരേ കൃഷ്ണ. മോഹിനി ഏകാദശി 2026 ഏപ്രിൽ 27 വരുന്ന ഏകാദശിയാണ് മോഹിനി ഏകാദശി. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഇത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ 26 ഞായറാഴ്ച വൈകുന്നേരം 6:06. ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏപ്രിൽ 27 തിങ്കളാഴ്ച വൈകുന്നേരം 6:15. വ്രതം അനുഷ്ഠിക്കേണ്ട ദിവസം ഏപ്രിൽ 27 തിങ്കളാഴ്ച. പാരണ സമയം അല്ലെങ്കിൽ വ്രതം അവസാനിപ്പിക്കേണ്ട സമയം ഏപ്രിൽ 28 ചൊവ്വാഴ്ച രാവിലെ 5:43 മുതൽ 8:21 വരെ. എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മോഹിനി ഏകാദശി ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു വ്രതമാണ്. പാലാഴി മഥന സമയത്ത് അസുരന്മാരിൽ നിന്ന് അമൃത് വീണ്ടെടുക്കാൻ ഭഗവാൻ വിഷ്ണു മോഹിനി അവതാരം എടുത്തത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം. ഒരിക്കൽ ദുർവാസാവു മഹർഷിയുടെ ശാപം കാരണം ദേവന്മാർക്ക് അവരുടെ ശക്തിയും ഐശ്വര്യവും നഷ്ടപ്പെട്ടു. അസുരന്മാർ ദേവലോകം കീഴടക്കി. നഷ്ടപ്പെട്ട ശക്തി തിരിച്ചുപിടിക്കാനും മരണമില്ലാത്തവരാകാനും അമൃത് വേണമെന്ന് ഭഗവാൻ വിഷ്ണു ദേവന്മാരെ ഉപദേശിച്ചു. ഇതിനായി ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു. പാലാഴി കടയാനുള്ള മത്തായി മന്ദരപർവ്വതത്തെയും കടയാനുള്ള കയറായി സർപ്പരാജാവായ വാസുകിയെയും ഉപയോഗിച്ചു. മന്ദരപർവ്വതം കടലിൽ താഴ്ന്നുപോയപ്പോൾ ഭഗവാൻ വിഷ്ണു ഒരു കൂർമ്മമായി, അതായത് ആമയായി മാറി പർവ്വതത്തെ തൻ്റെ പുറത്ത് താങ്ങി നിർത്തി. ഇതാണ് ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനായി പാലാഴി മഥനം ചെയ്തപ്പോൾ അവസാനം ധന്വന്തരി ഭഗവാൻ അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെട്ടു. അസുരന്മാർ ബലമായി അമൃത് കൈക്കലാക്കി. അസുരന്മാർ അമൃത് കുടിച്ചാൽ ലോകം മുഴുവൻ അധർമ്മം നിറയുമെന്ന് ഭയന്ന ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഭക്തരുടെ സങ്കടം തീർക്കാൻ വിഷ്ണു ഭഗവാൻ അതിസുന്ദരിയായ മോഹിനി എന്ന രൂപം ധരിച്ചു. തൻ്റെ സൗന്ദര്യത്താൽ അസുരന്മാരെ മയക്കിയ മോഹിനി അവരിൽ നിന്ന് അമൃത് തന്ത്രപൂർവം വാങ്ങി ദേവന്മാർക്ക് നൽകി. ഭഗവാൻ മോഹിനി അവതാരം എടുത്തത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ദിവസം മോഹിനി ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. പുരാണങ്ങളിൽ ഈ ഏകാദശിയുടെ മഹത്വം വ്യക്തമാക്കുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. ഭദ്രാസന നഗരത്തിലെ രാജാവായിരുന്നു ധൃതിമാൻ. ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഇതിൽ ഇളയവനായ ദൃഷ്ടബുദ്ധി ദുർമാർഗിയാവുകയും പിതാവിൻ്റെ സമ്പത്തെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ പിതാവ് അവനെ വീട്ടിൽ നിന്നും പുറത്താക്കി. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ ദൃഷ്ടബുദ്ധി വനത്തിൽ അലയുന്നതിനിടയിൽ കൗണ്ഡിന്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചോദിച്ച അവനോട് മഹർഷി വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു. വ്രതം ഭക്തിപൂർവം അനുഷ്ഠിച്ചതോടെ അവൻ്റെ പാപങ്ങളെല്ലാം നശിക്കുകയും അവന് മോക്ഷത്തിന് അർഹനാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ വ്രതം അനുഷ്ഠിച്ചാൽ വലിയ പാപങ്ങൾ പോലും ഇല്ലാതാകുമെന്നും മനോബലവും ശാന്തിയും ലഭിക്കുമെന്നും കരുതപ്പെടുന്നു. പണ്ട് സീതാവിരഹത്തിൽ ദുഃഖിച്ചിരുന്ന ശ്രീരാമചന്ദ്രനും സങ്കടങ്ങൾ തീരാനായി വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഈ വ്രതം അനുഷ്ഠിച്ചതായി പറയപ്പെടുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി മുതലേ വ്രതം തുടങ്ങണം. ദശമി ദിവസം പകൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക. രാത്രിയിൽ ലഘുവായ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. മനസ്സിനെ ഭഗവാൻ വിഷ്ണുവിലേക്ക് തിരിച്ചുവിടാൻ ഈ ദിവസം മുതൽക്കേ ശ്രമിക്കണം. ഏകാദശി ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് നിലവിളക്ക് കൊളുത്തി ഭഗവാൻ വിഷ്ണുവിൻ്റെ ചിത്രത്തിനു മുന്നിൽ തുളസിമാല ചാർത്തി ആരാധിക്കുക. ഓം നമോ നാരായണ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക.
പൂർണ്ണമായി ഉപവസിക്കുന്നത്, അതായത് നിർജ്ജല വ്രതം ഏറ്റവും ഉത്തമമാണ്. അതിന് സാധിക്കാത്തവർക്ക് പാൽ, പഴങ്ങൾ, കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം. അരി ആഹാരവും ധാന്യങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം. ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ ഒരു നേരം കഴിക്കുന്നവരുമുണ്ട്. പകൽ മുഴുവൻ വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, നാരായണീയം എന്നിവ വായിക്കുന്നതും കേൾക്കുന്നതും നല്ലതാണ്. ഏകാദശി ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കമിളച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് വളരെ പുണ്യമാണ്. കഴിയുന്നത്രയും തവണ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ എന്നോ ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ജപിച്ചുകൊണ്ടേയിരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഹരേ രാമ മന്ത്രവും നാരായണ നാമം, നാരായണ 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 എന്ന നാമവും ദിവസം മുഴുവൻ ജപിച്ചുകൊണ്ടേയിരിക്കാം. ഏകാദശിയുടെ പിറ്റേ ദിവസമായ ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് പൂജകൾക്ക് ശേഷം വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ എന്ന് പറയുന്നത്. ദ്വാദശി തിഥി മാറുന്നതിന് മുൻപ് തന്നെ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കണം. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും ധാന്യങ്ങളും ദാനം നൽകുന്നതും വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ശാരീരിക ശുദ്ധിക്കും മാനസിക ഏകാഗ്രതയ്ക്കും ഏകാദശി വ്രതം ഉത്തമമാണ്. വ്രതം എന്നാൽ വെറും ശാരീരികമായ ഒന്നല്ല, മറിച്ച് മനസ്സുകൊണ്ടുള്ള സമർപ്പണം കൂടിയാണ്. മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.